ജയറാമയുടെ തിരിച്ചുവരവാണ്. കുട്ടികൾ സ്ക്രിപ്റ്റാണ്. ബിജുമാൻ തോമസ് ഒരു മെഡിക്കൽ ക്രൈം. എബ്രാം മോസ്ലാർ പേര് പറയുമ്പോൾ തന്നെ എബ്രാം മോസ്ലാറിൻ്റെ ഒരു ജേണിയാണ് പടം പറഞ്ഞു പോകുന്നത്. ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ഉണ്ട്. നിതിൻ മാനുവലിൻ്റെ ഒരു വെറൈറ്റി കോൺസെപ്റ്റിൽ വന്നേക്കുന്ന ത്രില്ലറാണ്. പക്ഷേ എബ്രാം മോസ്ലാർ ജയറാമിൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈല് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടമാണ്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ആശുഷ്, ജഗദീഷ്, ദിലീഷ് പോത്തൻ, മനസ്സിൽ എല്ലാവരും സൂപ്പർമാക്കിയിട്ടുണ്ട്. ഒരു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് ജേണിയുള്ള ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ് എബ്രാം മോസ്ലാർ. ജയറാമായാലും മറ്റേ ജഗദീഷ് ആയാലും അനശ്വരി ആയാലും എല്ലാവരും പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ചിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി മമ്മൂക്കയാണ് പടം കൊണ്ടുപോയിക്കുന്നത്. സെക്കൻഡ് ഹാഫ് മമ്മൂക്കയുടെ എൻഡിൽ തുടങ്ങി നമുക്ക് രോമാഞ്ചം കൊള്ളിക്കണ ഫീൽഡ് അത് തിയേറ്ററിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ BGM കൂടി വരുമ്പോൾ നല്ല കയറി വരുന്നുണ്ട്, നല്ല രസമായിട്ട് വരുന്നുണ്ട്. പിന്നെ പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള തുടക്കം പോലെയാണ് പടം കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറഞ്ഞുകൂടാ, വരാണെങ്കിൽ ജയറാമിനേക്ക് ലീഡ് റോൾ ചെയ്യണേ. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് മസ്റ്റ്. 2024 തുടക്കത്തിലെ ബെസ്റ്റ് ഫിലിം തന്നെ പറയാം. നിതിൻ മാനുവലിൻ്റെ ഡിറക്ഷനുള്ള അടിപൊളി പടം ഓസ്ലർ. ജയറാമിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വെറൈറ്റി റോൾ, അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജയറാമിൻ്റെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. ഭയങ്കര മാസ് അങ്ങനത്തെ ഒരു ഇതല്ല, ഒരു നോർമലായിട്ടുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജയറാമിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ. ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ട് മമ്മൂക്കാണ്. അപ്പോൾ നമുക്ക് വേറെ ലെവലാണ്. നിങ്ങളെന്ന് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു ഫിലിം. എന്താ പറയുക, ഒരിക്കലും എന്താ പറയുക, ഇത് OTT വരെ കാത്തിരിക്കരുത്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു ഫിലിമാണ്. സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് അതുപോലെ നമുക്കുണ്ടാക്കുന്ന ആ സ്ക്രീനിൽ പ്രസൻ്റ് ആണ്. ഞങ്ങളുടെ യാത്രയാണ് എന്താ പറയുക. താങ്ക് യു സോ മച്ച്.